നമ്മുടെ രാജ്യം ഭരിക്കുന്നവരുടെ മക്കളോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഭരിക്കുന്നവരുടെ മക്കളോ അച്ഛനമ്മമാരുടെ കൺട്രോളിലല്ല. പിന്നെയല്ലേ സാധാരണക്കാരായ നമ്മുടെ മക്കൾ. നമ്മുടെ മന്ത്രിമാരുടെ എല്ലാം തലവേദന അവരുടെ മക്കളെ കൊണ്ടാണ്. അറിയാത്ത കാര്യമല്ലല്ലോ. അതുകൊണ്ട് വെറുതെ മാമ്പൂ കണ്ടു മക്കളെ കണ്ടു നിങ്ങൾ നിങ്ങളുടെ തടി കേടാക്കരുത്. മകൾ ആൺ സുഹൃത്തിൻ്റെ കൂടെ പോയത് കൊണ്ട് അച്ഛനമ്മമാർ ആത്മഹത്യ ചെയ്തു. മകൾ അന്യജാതിക്കാരനെ പ്രേമിച്ചത് കൊണ്ട് അച്ഛൻ മകളെ കൊന്നുകളഞ്ഞു. വായിലിങ്ങനെ കുത്തിപ്പിടിച്ച് പോയിസൺ ഒഴിച്ച്. പിന്നെ അതൊരു വലിയ ന്യൂസായിരുന്നു ഈ അടുത്ത്. പിന്നെ ഒരു ഡോക്ടർ സെയിം കാസ്റ്റിലുള്ള പയ്യനെ തന്നെ പ്രേമിച്ചു. പക്ഷെ ആ പയ്യൻ ഡിച്ച് ചെയ്തുകൊണ്ട് ഈ ഡോക്ടർ തൂങ്ങി മരിച്ചു. ഇങ്ങനെ ഈ ആത്മഹത്യ എന്നുള്ളത് കമ്പൽസറിയാണ്. അതെങ്ങനെയാണെങ്കിലും അതിന് ഒരു റീസൺ വേണ്ട. കാരണം ഈ മരിക്കുന്നവരുടെ എല്ലാം മനസ്സ് അപക്വമാണ്. പ്രേമിക്കാൻ പോകുന്നവർ അതിൻ്റെ എല്ലാ വശങ്ങളും ആലോചിച്ചുകൊണ്ട് മാത്രമേ പോകാവുള്ളൂ. ഇപ്പോൾ ഇതിനു വേണ്ടി സപ്പോർട്ട് പറയുന്ന ഒത്തിരി പേര് വരും. പ്രേമം എന്ന് പറയുന്ന ആലോചിച്ച് തീരുമാനിക്കാനുള്ളതാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാൻ വരും ഒത്തിരി പേര്. പക്ഷെ അങ്ങനെ ആലോചിക്കാത്തവർക്കാണ് ജീവിതം നരകമാകുന്നത്. അച്ഛനമ്മമാരാണേലും അടുത്തൊരു ജനറേഷനെ ഉണ്ടാക്കി അവർക്ക് വേണ്ടി ജീവിക്കാനുള്ളതല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം. നിങ്ങൾ ഒരു അടുത്ത ജനറേഷനെ ഉണ്ടാക്കി അവർ ഒരു വേറെ വ്യക്തിയാണ്, നിങ്ങൾ വേറെ വ്യക്തിയാണ്. എല്ലാവരുടെയും സ്വഭാവങ്ങളും ടേസ്റ്റുകളും എല്ലാം വ്യത്യാസമായിരിക്കണം. അതെല്ലാം നിങ്ങൾ പറയുന്ന പോലെ തന്നെ പോകണം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രായപൂർത്തിയാകുന്നിടം വരെ ആ റൂൾസ് നടക്കും. പക്ഷെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ഇത് എല്ലാ പാരൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മിക്ക പാരൻസും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ മകൾ എന്ത് ചോദിച്ചാലും അല്ലെ എൻ്റെ മക്കൾ എന്ത് ചോദിച്ചാലും ഇന്നു വരെ ഞങ്ങൾ നോ പറഞ്ഞിട്ടില്ല, എല്ലാം സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഈ വാക്കുകൾ വളരെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കുക. കാരണം അവർ വിചാരിക്കും എൻ്റെ അമ്മ ഇതുവരെ നോ പറഞ്ഞിട്ടില്ല, എന്നെ വളരെയധികം സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ആദ്യം നോ പറയുമെങ്കിലും പിന്നെ അവർ എസ് പറയും. ഈ ഒരു വിചാരം കൊണ്ടാണ് അവർ ഇത്രയും ലാളിച്ച് വളർത്തിയിട്ടും അമ്മ ഇന്നല്ലെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ ഇന്നല്ലെങ്കിൽ നാളെ ഓക്കെ പറയും എന്നുള്ളൊരു വിചാരം കൊണ്ടായിരിക്കണം ആ കുട്ടി പോയത്. പക്ഷേ ദുരഭിമാനം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ പേരൻസ് ആത്മഹത്യ ചെയ്തത്. ഇവിടെ ഈ മരിച്ച അച്ഛൻ സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള പേയ്മെൻറ്റ് കയ്യിലുണ്ടായിട്ട് പോലും അത് എൻ്റെ മകൾക്ക് സുഖിച്ച് ജീവിക്കാനായിട്ട് ഇരിക്കട്ടെ, എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണ്ട എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ആ കുട്ടിയും അങ്ങനെ ചെയ്തത്. കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ അമൃതും അധികമായാൽ വിഷം എന്ന് പറയുന്നത് പോലെ വീർപ്പ് മുട്ടിക്കാണും. അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല. എന്തിനും ഏതിനും ആ കുട്ടിക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു കാണുകയില്ല. നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ സ്നേഹിക്കണ്ട. കാരണം എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. 10 വയസ്സായ എൻ്റെ മകൾക്ക് പോലും ഇപ്പോളെ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഡിസ്കഷൻസ് എന്തെങ്കിലും നടക്കുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയാൻ പോയാൽ അവൾ എന്നെ കളിയാക്കി ഓടിച്ചു വിടും. അതുപോലെ അവരുടെ കാർട്ടൂൺസ് ആണെങ്കിലും അവരുടെ ഓരോരോ സ്റ്റൈൽസ് ആണെങ്കിലും നമ്മളിങ്ങനെ വണ്ടടിച്ചിരുന്നു പോകും. ഇത് ഈ കാർട്ടൂൺസിൻ്റെയൊക്കെ ഇതൊക്കെ എങ്ങനെയാണ്, അതൊന്നും കളിക്കാൻ പോലും നമുക്ക് അറിയത്തില്ല. നിങ്ങളുടെ ഒരു ഷേപ്പും ആ കാർട്ടൂണിൻ്റെ ഓരോരോ വകഭേദങ്ങളും ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇരിക്കാനേ എന്നെക്കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇത്രയും വലുതായ പിള്ളേരുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടാൻ ചെന്നാൽ ഒന്നും നടക്കത്തില്ല. നമുക്ക് അഡ്വൈസ് കൊടുക്കാം, ഇത് ഒക്കെ ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ്, നമുക്ക് അഡ്വൈസ് കൊടുക്കാം. പക്ഷേ ഫൈനൽ ഡിസിഷൻ എപ്പോഴും അവർക്ക് വിട്ടുകൊടുക്കുക.
ബാക്കി വരുന്നത് അവരനുഭവിച്ചോട്ടെ. കാരണം അത് അവരുടെ ലൈഫാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കൂ. നിങ്ങൾ എന്തിനാണ് കംപ്ലീറ്റ്ലി വേറൊരു ജനറേഷൻ ആയിട്ട് അവരെ കാണുക? എന്തിനാണ് നിങ്ങൾ അഡിക്റ്റ് ആകുന്നത് മക്കളുടെ ജീവിതത്തിൽ? നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കൂ, നിങ്ങളുടെ സന്തോഷം കൂടെ നോക്കൂ. തീരെ അപക്വമായിട്ടുള്ള ചിന്താഗതിയുള്ളവരാണ് മക്കൾക്ക് വേണ്ടി ജീവിക്കുക. മക്കളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. ഇനിയുള്ള കാലത്തിൽ അതൊന്നും വിലപ്പോവുകയില്ല. നിങ്ങൾ ഈ ഇടുന്ന ഇതുപോലെ ഞങ്ങളെപ്പോലെ ഉള്ളവർ ഇടുന്ന വീഡിയോകൾ കേട്ടിട്ട് കുറച്ചേലും ഒന്ന് 5 മിനിറ്റ് ഇരുന്ന് ആലോചിച്ചാൽ ഇതുപോലുള്ള ദുരവസ്ഥകളിൽ കൂടെ പോകുന്നത് നിർത്താൻ പറ്റും. എത്രയോ ആൾക്കാർ എന്തെല്ലാം വീഡിയോസ് ഇടുന്നതിനെക്കുറിച്ച്. അതൊന്നും കേൾക്കാതിരിക്കുന്നതുകൊണ്ടല്ലേ ദിനം പ്രതി ഇതുപോലുള്ള ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. കാരണം ഇന്നത്തെ കാലത്ത് ആത്മബന്ധങ്ങളുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാലം മാറിയ കോലം മാറണം എന്ന് പറയുന്നത് പോലെയുള്ളൂ. നമ്മളുടെ അഡ്വൈസ് ഒന്നും കേൾക്കാനായിട്ട് ആർക്കും സമയമില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക എന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞാലും ആ കപ്പിൾ കുട്ടികൾ കുറച്ചു നാളത്തേക്ക് വേണ്ട എന്ന് വിചാരിച്ചാലും നാട്ടുകാർ സമ്മതിക്കുകയില്ല, വീട്ടുകാർ സമ്മതിക്കുകയില്ല. ഇവൻ പാരൻസ് ആണെങ്കിലും പറയും കുഞ്ഞിക്കാല് കണ്ടിട്ട് എനിക്ക് കണ്ണടയ്ക്കണം. അവരങ്ങ് കണ്ണടച്ച് പോകും. പക്ഷെ പിന്നെ ഈ കണ്ണടയ്ക്കുന്നവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് പിന്നെ അടുത്ത ബാധ്യത അവർ. കാരണം അവർ അതിനുള്ള മെൻ്റലി അവർ തയ്യാറായി കാണുകയില്ലായിരിക്കും ഒരു കുഞ്ഞിന് വേണ്ടി. പക്ഷേ ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഫോഴ്സ് കാരണം അവർ കുഞ്ഞിനെ ഉണ്ടാക്കും. അവർക്ക് അവരുടെ കരിയറിൽ ഒത്തിരി സ്വപ്നങ്ങൾ കാണുമായിരിക്കും. സോ ഇങ്ങനെയൊക്കെയാണ് ഓരോ ജനറേഷൻ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അതിനുള്ള ഫ്രീഡം കൂടെ കുട്ടികൾക്ക് അനുവദിച്ചു കൊടുക്കണമെന്ന് പാരൻസിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കല്യാണത്തിൻ്റെ കാര്യത്തിലാണേലും കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്ന കാര്യത്തിലാണേലും എല്ലാത്തിനും അവരവരുടെ ഡിസിഷൻ എടുക്കാനുള്ള ഒരു അവകാശമെങ്കിലും അവർക്ക് വിട്ടുകൊടുക്കുക. കാരണം അവരാണ് ജീവിക്കുന്നത്.